അതിലെ ഓരോ മനുഷ്യന്മാരും. നമസ്കാരം സുഹൃത്തുക്കളെ, ധർമ്മേനോനെ വീഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 7:30. നമ്മൾ തിരുവനന്തപുരത്ത് ലെജിസ്ലേറ്റീവ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. അപ്പോൾ കാഴ്ചകൾ കണ്ട് വർത്തമാനം പറഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ. ഇന്ന് നമ്മുടെ യാത്രയ്ക്ക് 7:15 എത്താമെന്ന് പറഞ്ഞ് 7:30 ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റാഫിയുണ്ട്. ക്യാമറയുടെ പുറവില് നമ്മുടെ സ്വന്തം ഷുഹൈബ്. പിന്നെ വൈകിട്ട് നമ്മുടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കണം. ഓക്കെ. നമ്മള് MC റോഡ് സ്റ്റേറ്റ് ഹൈവേ 1 പോകുന്നത്. നാഷണൽ ഹൈവേ 26 പണി നടക്കുന്നതുകൊണ്ട് ഈ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്മൂത്താണ്. ഒരു അധികം ദൂരം യാത്ര ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും യാത്ര കംഫർട്ടബിളാണ്. 3ാമത് ലെജിസ്ലേറ്റീവ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കേന്ദ്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം, ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനാണ് അതിനകത്ത് വരുന്നത്, ലെജിസ്ലേറ്റീവ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ. അന്ന് ഞാൻ ഉണ്ടായിരുന്നു, ജിജാസ് ഉണ്ടായിരുന്നു, നന്ദന ഉണ്ടായിരുന്നു, പിന്നെ വിപിൻ എന്ന് പറയുന്നൊരു നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ്റെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടോക്കൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ കുറേ പബ്ലിഷേഴ്സ്, കേരളത്തിലെ ഒട്ടുമിക്ക പബ്ലിഷേഴ്സിൻ്റെയും സ്റ്റോളുകളുണ്ടായിരുന്നു. കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ വെച്ചിട്ടൊരു പാലക്കാടുള്ള ഒരു ശങ്കരൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു സാധനെ കണ്ടിട്ടു. അദ്ദേഹത്തിന് ഒരു ജനതാ ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറിയുടെ ജനത എന്നാണ് ഓർമ്മ വരുന്നത്, ഗവൺമെന്റ് പറയുന്നത്. ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സുഹൃത്തുക്കളും കുറച്ച് പുസ്തകങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരികയും കുറച്ച് എന്നെ കാണുകയും നമ്മൾ ഏതൊരു കച്ചവട സ്പേസിലേക്ക് വെക്കുന്നത് കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് സന്തോഷമായിട്ട് അദ്ദേഹം ശശി തരൂരിൻ്റെ അംബേദ്കർ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് ഗിഫ്റ്റായിട്ട് വായിച്ചു. അപ്പൊ അതാണ് 3ാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയപ്പോഴത്തേക്ക് ഒരു കർഷകരുടെ പറഞ്ഞിട്ട് ഒരു ഗസ്റ്റായിട്ട്, സ്പീക്കറായിട്ട് നമ്മൾ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരുപരിയായിട്ട് ഒരു എൻ്റയർ ഡിസബിലിറ്റി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം പൊതുവെ ഡിസേബിൾഡായ ആളുകൾ ഇത്തരം ലിറ്ററേച്ചർ പ്രോഗ്രാമുകൾക്ക് ഭാഗമാകുന്നത് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തുകകൾക്കാണ്. ഒരു പൊതുധാരണയുണ്ട് നമുക്ക്. എന്താ പറയുക, ഡിസബിലിറ്റി ഉള്ളവർക്ക് 1000 രൂപയ്ക്ക് പുറത്താണ് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ. പക്ഷെ ആ മുൻധാരണകൾക്ക് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളെ ഒരു മെയിൻ സ്പീക്കറുടെ ലിസ്റ്റിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ശരി, ഞാനതൊരു വലിയ മാറ്റമായിട്ട് കേട്ടൊരാളാണ്. അതെ, ഇൻസ്പയറിംഗ് ആയ പോസിറ്റീവായൊരു മാറ്റം. അത് എൻ്റെ എന്നൊരുപരിയായിട്ട് ഒരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച്
മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് കാരണം കേരളത്തിലെ ആദ്യമായിട്ട് കേരളത്തിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കേരളത്തിൽ ഡിസബിലിറ്റി എന്ന വിഷയത്തിൽ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരുന്നത് മൈൻഡിൻ്റെ സഫലമായിട്ടാണ്. പിന്നെ MBFL മധുഭൂമി ബുക്സ് അത് വെച്ചു. ഇപ്പോൾ 11-ാം തീയതി യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എൻ്റെ ഒരു സെഷനുണ്ട്. അത് പക്ഷേ പാനൽ ഡിസ്കഷനാണ്. സോ മൈൻഡിൻ്റെ നിരന്തരമായ ഇടപെടലുകളൊക്കെ ഒരു മുൻവിധികളെ ഡിസബിലിറ്റികളെ കുറിച്ചിട്ടുള്ള മുൻവിധികളെ പൊളിച്ചെടുക്കാൻ പൊളിച്ചെടുക്കാൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാണാൻ ആഗ്രഹിക്കുന്നത് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ആസ് എ പാർട്ട് ഓഫ് മൈൻഡ്, ആസ് എ സ്പീക്കർ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നല്ല സ്പീക്കേഴ്സും ഉണ്ട് ഇന്നത്തെ ദിവസം അവിടെ. അപ്പോൾ അവരുടെ ടോക്കുകളൊക്കെ ഒന്ന് കേൾക്കണം. ഇനി ഒരു മണിക്കൂറുകൂടി യാത്രയുണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചേർന്നിട്ട് നമ്മളോടൊപ്പം ചേരാനായിട്ട് നയ ഒരു കാത്തിരിപ്പുണ്ട്. നയ നല്ലൊരു വായനക്കാരിയാണ്, നമ്മളെ സുഹൃത്താണ്, അനുജത്തിയാണ്, നമ്മുടെ കൂട്ടുകാരിയാണ് ഒക്കെയാണ്. നയയും ഇന്നത്തെ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം കമ്പനി ചെയ്യുന്നുണ്ട്. പൊതുവെ ഇത്തരം ഇടങ്ങൾ വോളണ്ടിയർഷിപ്പിലൊക്കെ പോകുന്ന ഒരാൾ കൂടിയാണ് ഉണ്ടായത്. ഞാൻ പരിചയപ്പെടുന്നത് ഒരു 4-5 വർഷം മുമ്പത്തേക്കും ആർട്സ് കോളേജിൽ ടോക്കിന് പോയപ്പോഴാണ്. അവിടെ അന്ന് NSSൻ്റെ കോർഡിനേറ്റേഴ്സിൽ ഒരാളായിരുന്നു നയ. ഇപ്പോൾ ഞങ്ങളുടെ വോളണ്ടിയറിങ്ങായ കൂട്ടിൻ്റെ സെക്രട്ടറി കൂടിയാണ് നയ. ഇപ്പോൾ നന്നൊരു വായനക്കാരിയാണ് കേട്ടോ. വളരെ രസകരമായൊരു ക്യാരക്ടർ കൂടിയാണ് നയ. നമ്മുടെ ഹായ് പറ. ഓക്കെ, അപ്പോൾ ബാക്കി കാഴ്ച അതേ വൈകാതെ നമുക്ക് കാണാം. ഓക്കെ. ലെജിസ്ലേറ്റീവ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ എഡിഷനാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നത്. KNF ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ദേശീയ ബുക്സ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ദുബായ് ഷാർജ ലിറ്ററേച്ചർ ബുക്ക് ഫെസ്റ്റിവൽ മാതൃകയിലൊക്കെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ എന്ന് പറയുന്ന MBFL മാതൃഭൂമി ബുക്സ് ഓഫ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന പേരിൽ കനകക്കുന്നിൽ നടക്കുകയുണ്ടായി. അതിനുശേഷം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, യുവധാരയുടെ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടി വന്നതാണ് കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തിലെ ഗ്രന്ഥശാലകൾ ആയിരുന്നു ഇവിടുത്തെ ബൗദ്ധികമായ ഔന്നത്യത്തിന് ഒരു കാരണം. പിന്നെ ശേഷം ഒരു 80-കളുടെ അവസാനത്തോടു കൂടി 90-കളുടെ ഒരു അവസാനം വരെ ഗ്രന്ഥശാലകൾക്ക് വലിയൊരു അപജയം സംഭവിക്കുകയും പുസ്തകങ്ങളോട് ഒരു പുറംതിരിവ് കണ്ടൊക്കെ വന്നിരുന്നു. പക്ഷേ 2000-ൻ്റെ മധ്യത്തോടെ 2008-2005 ശേഷം സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ KNF പോലെ ഒരു ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വരവോടുകൂടി വല്ലാത്ത മാറ്റമാണ് ഉണ്ടായത്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അധികം പുസ്തകങ്ങൾ വിറ്റുപോകുന്നത് ഇന്ത്യയിലാണ്. അതും അവിടെ തന്നെ കേരളത്തിലാണ്
ഏറ്റവും അധികം വായനകളും മികച്ച എഴുത്തുകളും ഒക്കെ ഉണ്ടാകും. ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും മികച്ച എഴുത്തുകാരുണ്ടാകുന്നതും കേരളത്തിൽ നിന്നാണ്. മനോജ് പിള്ളൈ, ബെസ്റ്റ് സെല്ലേഴ്സ് എഴുതുന്ന ആനന്ദ് നീലകണ്ഠൻ പോലെയുള്ളവരൊക്കെ ഒരു ഉദാഹരണമാണ്. മനോജ് പിള്ളയുടെയൊക്കെ സെഷൻ എൻ്റെ സെഷന് ശേഷം 10 ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് കാണാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ സൗഹൃദപരമായ ഒരു സ്വീകരണമാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മളോടൊപ്പം ലെജിസ്ലേറ്റീവ് ജസ്റ്റിസ് ഫെസ്റ്റിവലിൻ്റെ കോർഡിനേറ്റർ ആനന്ദ്കുമാർ സാറ് ഒരു മാമിനെ അക്കമ്പനി ചെയ്യാൻ വേണ്ടി വിട്ടു. കോർഡിനേറ്ററിന് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നിങ്ങൾ വട്ടം കറങ്ങി വരണ്ട, നേരെ ഇവിടേക്ക് പോകൂ, ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോടൊപ്പം അവിടെ വരെ മാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി ചില പരിചയക്കാരെയൊക്കെ കണ്ടു. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്നേരം കണ്ട ചില മുഖങ്ങളും പരിചയപ്പെട്ട മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവർ വീണ്ടും ഒന്ന് പുതുക്കാൻ വേണ്ടി വരികയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ കേരള ABF വന്നപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ എനിക്ക് സമ്മാനമായി കിട്ടി. അതൊരു ഭയങ്കര അനുഭവമാണ്. അങ്ങനെ പുസ്തകങ്ങൾ സമ്മാനമായി കിട്ടുന്നത് ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്രാവശ്യം ഒരു സുഹൃത്തുക്കൾ തോന്നുന്നു. അത് ആദ്യത്തേത് എൻ്റെ തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നൊരു പുസ്തകമായിരുന്നു. അത് ഹാർഡ് കോപ്പിയാണ് കിട്ടിയത്. ഈ ഹാർഡ് കോപ്പി വായിക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ പിടിച്ച് വായിക്കാൻ. ഹിന്ദി വഴിയാണ് അപ്പോൾ വായന. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ സോഫ്റ്റ് കോപ്പി എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ബുക്ക് ഫെസ്റ്റിവലാണ് കേട്ടോ കേരള ABF. ഒരു നിയമസഭാ സ്പീക്കറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ടൊക്കെ ആകാം. ഓർഗനൈസ്ഡാണ്, പ്രൊഫഷണലാണ്, സഹജമാണ്. അങ്ങനെ എൻ്റെ സെഷൻ നടക്കുന്ന ജീവിതം എന്ന സൗന്ദര്യമാണ് എന്നാണ് എൻ്റെ സെഷൻ്റെ പേര്. ആ സെഷൻ നടക്കുന്ന വേദി 2 വന്നത്. ഇവിടെ 8000 MT വാസുദേവൻ നായകയാണ്. ഞാൻ ചേർന്ന സമയത്ത് പുസ്തകപ്രൻ്റെ വായനയും പുതുതലമുറയും എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ഡിസ്കഷൻ നടക്കായിരുന്നു. വളരെ രസകരമായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അങ്ങനെ എനിക്കൊന്ന് ഇൻവിറ്റേഷൻ എനിക്കത് ഫോൺ വന്നു സ്റ്റേജിലേക്ക് കയറാൻ. ഞാനങ്ങനെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ സ്റ്റേജിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. മൈക്ക് സ്റ്റാൻഡ് ഇന്നായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, സാരമല്ല, സ്റ്റാൻഡിനെ ഇപ്പോൾ എത്തുകൊണ്ട് വരണ്ട, കോണർ മൈക്ക് വേണ്ട, എന്നോടൊപ്പം ഉണ്ട്, പിടിച്ച് വരുമെന്ന് പറഞ്ഞു. അത് പിന്നൊരു 45ഓളം പേരത്തെ മൈക്ക് പിടിച്ച് തരുന്നത്. അക്ഷരങ്ങളുടെ സൗഹൃദങ്ങളുടെ ലോകത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത ഒരു ബേർഡ് വാച്ചറായിരുന്നു, പക്ഷി നിരീക്ഷകയായിരുന്നു. ഞാനിപ്പോൾ സംസാരിച്ചത് മുഴുവൻ ശരിയും അത് തന്നെയാണ്. കാരണം ഞാൻ അതിജീവിച്ചു എന്ന് പറയുന്നത്. എൻ്റെ സെഷൻ കഴിഞ്ഞു ഞാൻ അവിടെ നടങ്ങുകയാണ്. പരിചയമുള്ള കുറേ മുഖങ്ങളുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ടോക്ക് ലൈവായിട്ട് ആദ്യം കഴിക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ എൻ്റെ അസോസിയേഷൻ ഇവിടെ സെക്രട്ടറിനെയും സുനിൽ മാഷിനെയൊക്കെ സെഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളെ മാത്രമായിട്ടൊരു സെഷൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണ്. അതൊക്കെ സമയത്ത് ഒരുപാട് പേര് വന്നു, ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ എത്തി. അവരൊക്കെ ഫോട്ടോ എടുത്തു. നല്ലൊരു സെഷനായിരുന്നു, നല്ല ക്രൗഡായിരുന്നു, നല്ല കുറേ ചോദ്യങ്ങളുണ്ടായി. യൂത്തിനെ കുറിച്ച് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന സമയത്ത് മീഡിയാസ് ഒന്ന് പൊലിയായിരുന്നു. അവരും ഇങ്ങനെ ഒരു വ്യക്തി ചില മുൻവിധികളുണ്ടെന്നോ ഡിസബിലിറ്റി ഉള്ളവരെ കുറിച്ചിട്ട്. അപ്പം ഡിസേബിളായ ഒരാൾ ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു പ്രോഗ്രാമിൽ അയാൾക്ക് വേണ്ടി മാത്രം ഒരു സെഷൻ വയ്ക്കുന്നു, ടോക്ക് ചെയ്യുന്നു പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇതിനെയാണ് ഞാൻ മാറ്റമെന്ന് വിളിക്കുന്നത്. ഈ സെഷനിൽ ഞാൻ പങ്കെടുത്തുടങ്ങുമ്പോൾ
ഏറ്റവും അധികം ഞാൻ നന്ദി പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജയൻ മരത്ത് സാറിനോടാണ്. അദ്ദേഹമാണ് എന്നെ ഈ ഒരു സെഷന് വേണ്ടി സജസ്റ്റ് ചെയ്തതും. അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ, അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ എന്തായാലും മോശമായിട്ടെന്നാന്നുള്ളത് ഓഡിയൻസിൽ നിന്ന് വന്ന ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ടോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിരുന്നു എന്ന് ബോധ്യമാകുന്നത്, ഞാൻ ബോധ്യപ്പെടുന്ന ടോക്ക് കഴിയുമ്പോൾ ഞാൻ തയ്യാറാകുമ്പോൾ. കാരണം നമ്മുടെ എനർജി മുമ്പിലിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെയൊക്കെ സ്പ്രെഡ് ചെയ്യാം ഒരു ടോക്കിലൂടെ. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞു. അവർ മുഖത്ത് കണ്ണുകൾ തിളക്കം കാണാൻ സാധിച്ചാൽ, ഞാൻ തയ്യാറായാൽ ഉറപ്പാണ് മറ്റു സെഷൻ നന്നായിരുന്നു. ചില സെഷനുകൾ ഞാൻ കയറിയ പോലെ തന്നെ ഇറങ്ങി വരാറുണ്ട് അത്ര എനർജിയോടെ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് പൂർണ്ണമായിട്ടൊട്ടും എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സെഷനായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പലരും എന്നെ സംസാരിച്ചു, ഫോട്ടോ എടുത്തു. സന്തോഷം ഭയങ്കര. അതായത് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ച സാറുണ്ടായിരുന്നു, ധന്യ എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു, ലൂയിസ് വന്നു, ഉമ്മ ടീച്ചർ വന്നു, ആശു മാം വന്നു, ജയശ്രീ മാം വന്നു. അങ്ങനെ കുറേ പേര് അമീനുണ്ടായിരുന്നു, നാസിഫ ഉണ്ടായിരുന്നു, നാസിഫയുടെ കസിൻ മാമിനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ, ബാലു ഉണ്ടായിരുന്നു, അങ്ങനെ രാഹുൽ ഉണ്ടായിരുന്നു. കൗണ്ടേഴ്സ് ആയിട്ടുള്ള നമ്പറായിരുന്നു. എനിക്ക് അറിയേണ്ടവർ തന്നെ എൻ്റെ പോസ്റ്റർ കണ്ടിട്ടും ഇങ്ങനെ സെഷൻ വരെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒക്കെ അറിഞ്ഞ് വന്നവനാണ് കൂടുതൽ. പലരും ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉണ്ടായത് യൂത്തിനെ കുറിച്ചിട്ടും യുവതലമുറ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. ശ്രമിച്ചിട്ട് ഒരു CSR നമ്മുടെ ഓർഗനൈസേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഏറ്റവും പ്രൗഡായിട്ടൊരു മൊമെൻ്റാണ്. അന്ന് എൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് തോന്നി. രാവിലെ 11:30 എൻ്റെ സെഷൻ. കഴിഞ്ഞപ്പോഴത്തേക്ക് 12:15. പിന്നെ ഫോട്ടോ എടുപ്പും വർത്തമാനവും പരിചയപ്പെടലും കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഏകദേശം 1 മണി. നല്ല വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാലേ എനിക്ക് അതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഒക്കെ പുസ്തകങ്ങളുടെ കൂടെയായിരുന്നു, പുസ്തകങ്ങൾക്കൊപ്പമായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ ജീവിക്കുന്നത് മുഴുവൻ പുസ്തകങ്ങൾക്കിടയിലാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പുസ്തകത്തെ, അക്ഷരങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാളുടെ ഒരു ദിവസം കഴിഞ്ഞത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ആ ദിവസം അനുഭവിച്ച സന്തോഷം എത്രമാത്രം വലുതായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഖുർആനിൻ്റെ ഒരു ഹോളി ഖുർആൻ എക്സിബിഷൻ സ്പേസിലേക്ക് ഒന്ന് കയറി. അത് വെച്ച് ഖുർആൻ്റെ 2 പതിപ്പുകൾ അത് പ്രസാദം. എൻ്റെ ഒരു ഖുർആൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഞാനത് വായിച്ചു. എൻ്റെ പൂജാമുറിയിൽ ഞാനത് വെച്ചിട്ടുണ്ടത്. കൈപിടിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് വായിച്ചിട്ടുണ്ട്. അതും ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. അക്ഷരങ്ങളാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അക്ഷരം എന്നാൽ നാശമില്ലാത്തത്, നമ്മളെ നാശമില്ലാതെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരൻ എന്നായി. അപ്പം അക്ഷരങ്ങളും ഈശ്വരൻ തന്നെയാണ്. ഹിന്ദു മിത്തോളജിയിൽ സരസ്വതി ദേവിയാണ് അക്ഷരങ്ങളുടെ ദേവതയായിട്ട് കാണുന്നത്. ഞാൻ ഓരോ സെഷനുകളും ഓരോ ടോക്കുകളും ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിലേക്കാണ് ഇവരൊരു മീറ്റിങ്ങിന് കയറുമ്പോൾ പോലും ഒന്ന് കണ്ണടച്ച് ഗുരുക്കന്മാരെയും പഠിപ്പിച്ച നിങ്ങൾ മനസ്സിൽ ആചാര്യന്മാരെ കാണുന്നവരെയും
ഒരുപാട് ബഹുമാനിക്കുന്നവരെയും എൻ്റെ അച്ഛനെയും അനുജത്തെയൊക്കെ ഒന്ന് കണ്ണടച്ച് മനസ്സ് വിചാരിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലേ. പ്രാർത്ഥന എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ബോധ്യം നമ്മളിലേക്ക് പകരുക എന്നതാണ് വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ പവിത്രതയോടുകൂടി ആ പുണ്യം ഇങ്ങനെ നമ്മളിലേക്ക് പകരുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഒരാഴ്ച ജയശ്രീ അമ്മയെ കണ്ടു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, അമ്മ കുറച്ച് ഇമോഷണലായി. അങ്ങനെയൊക്കെ KC നാരായണ സാറിൻ്റെ ടോക്ക് തുടങ്ങാറായി. അവിടെ കയറി അദ്ദേഹത്തെ കേട്ടു. ഭാഷാഭൂഷണിയുടെ എഡിറ്ററായിരുന്ന ഹ്യൂമൻ വെറ്ററിൻ്റെ മികച്ച ജ്ഞാനദൃഷ്ടനുള്ള അംഗീകാരം നേടിയ KC നാരായണ സാറിൻ്റെ മഹാഭാരത ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പുസ്തകം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട അക്കാഡമിക് ക്യൂരിയോസിറ്റി ഉള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ KCയുടെ ആദ്യത്തെ ടോക്ക് കേൾക്കുന്നത് MBF എന്ന 2 വർഷം മുമ്പാണ്. അന്ന് എഡിറ്റേഴ്സിനെ കുറിച്ചിട്ട് ഒരു വർത്തമാനം KCയും സുഭാഷ് ചന്ദ്രനും ഒക്കെ വെച്ച് മാത്രമേ ഉണ്ടായി. ഭയങ്കര രസകരമായൊരു കോൺവെർസേഷൻ. എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മികച്ച ചർച്ചകളൊന്നായിരുന്നു അത്. മാധവിക്കുട്ടിയോടുള്ള അനുഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. KCയുടെ ടോക്കിന് ശേഷം സുനിൽ മാഷിൻ്റെ ടോക്കുണ്ട്. ഞാൻ സുനിൽ മാഷിനെ കുറേ നാളുകളായിട്ട് യൂട്യൂബിൽ കാണുകയും നേരിട്ട് പല പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സുനിൽ മാഷിൻ്റെ ഒരു ടോക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. സുനിൽ മാഷിൻ്റെ ടോക്ക് കഴിഞ്ഞു. മനോഹരമായ സെഷൻ. ഇങ്ങനെ ഭാഷ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ ഒഴുകുകയുണ്ടായി. കൊതി തോന്നുന്ന ഒരു മനുഷ്യനാണ്. ആ വാക്കുകൾ ഇങ്ങനെ ഒരുക്കി വിടുന്നത് കാണുമ്പോൾ അസൂയ തോന്നുന്ന അപൂർവം ചില ആളുകൾ ഒരാൾ കൂടിയാണ് സുനിൽ മാഷ്. സുനിൽ മാഷിനെ കണ്ടു, ഒരല്പനേരം സംസാരിച്ചു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അസാധ്യ ഓർമ്മശക്തിയുള്ള മനുഷ്യനാണ് കേട്ടോ. മുൻപ് കണ്ട സ്ഥലവും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നെ കരുതയുടെ മുന്നയിൽ നിന്നൊരു ബൈക്കിന് വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. മാഷോട് ഭയം പറഞ്ഞ് പതിയെ ഇറങ്ങുകയാണ്. അധികം പ്രയാസമില്ലാതെ നിയമസഭാ പരിസരത്ത് നടക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത്തരം കൾച്ചറൽ പ്രോഗ്രാം സ്പേസുകൾ എന്ന് തോന്നിപ്പോയി. കാരണം കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. 900 ചോദ്യങ്ങളും സെക്യൂരിറ്റി തലവേദനകളും ഒക്കെയാണ്. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം, പാസ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നല്ല ക്യാമ്പസാണ് കേട്ടോ. അവിടെ നമുക്ക് നടക്കാനും ചിത്രങ്ങൾ പകർത്താനും ഒക്കെ കഴിയുന്ന രസകരമായ ഒരു സ്പേസാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഹൈദരയുടെ റിപ്പോർട്ടർക്കും ക്യാമറമാനും ഒരു സ്പേസ് കിട്ടുന്നത് വരെ ഒന്ന് വെച്ചിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സ്പേസ് കിട്ടി. പല ആംഗിളിൽ നിന്ന് അദ്ദേഹം വിഷ്വൽസ് പകർത്തി. കുറേ ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ, പുതിയ ഉത്തരങ്ങൾ. കാരണം ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അറിയുകയും പുതിയ പ്രയോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ പോകുന്ന വഴിക്കൊരു പോലീസുകാരനെ കണ്ടു. നമ്മുടെ നാട്ടിലുണ്ടാണ് അജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കുറേ ഗവൺമെൻറ് ജീവനക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഇവിടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ എൻ്റെ നാട്ടിലുള്ളവരാണ് ജോലി ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ ഒരു ദിവസത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് രാജേഷ് എന്ന് പറയുന്ന എന്നോടൊപ്പം കാണുന്ന നിയമസഭയുടെ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇടപെടലാണ്.
ഞാൻ പുറത്തു പോയി അകത്തേക്ക് വന്നു. അത്ര എനിക്ക് കാണേണ്ടത് എം സ്വരാജിൻ്റെയും ദിവ്യ സഹിതയുടെയും ഒരു സെഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അദ്ദേഹം എന്നോടൊപ്പം ഇറങ്ങി വരികയായിരുന്നു. പോകുന്നതെങ്കിൽ അതായത് ഞാനൊരു 4 മണിക്ക് ആണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആ 4 മണി തൊട്ട് ഞാൻ പോകുന്നിടം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം. ശരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട്, ബ്യൂറോക്രസിയെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ. അവരുടെ കുറവുകൾ, അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ ഒക്കെ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇങ്ങനെ ചില മനുഷ്യന്മാർ വളരെ എമ്പത്തറ്റിക്കായിട്ട് വളരെ നമ്മളോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഒരു സിനിമ നടനൊക്കെയാണ്. ചില സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ചില സിനിമകൾ വരാൻ പോകുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കാണേണ്ട കാഴ്ചകളിലേക്ക് പോകേണ്ട അദ്ദേഹം കൂടെ വന്നു. നിയമസഭയിൽ വെച്ചത് കയറാൻ പറ്റുന്ന ഇടങ്ങളാണ് എല്ലായിടത്ത് വെച്ചത് കയറാൻ പറ്റും എന്നുള്ളത് ബോധ്യമായിരുന്നതാണ്. കാരണം വെച്ചത് കയറാൻ പറ്റുന്ന വാക്വേ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലമാണ്. അങ്ങനെ സ്വരാജും എം സ്വരാജും ശബരിനാഥും നമ്മളുടെ കോൺവെർസേഷൻ നടക്കുകയാണ്. രസകരമായിരുന്നു കേട്ടോ ആ സെഷൻ. കുറേ ചോദ്യങ്ങളും വായനയെക്കുറിച്ചുള്ള അനുഭവങ്ങളും പുതിയ രാഷ്ട്രീയത്തിൻ്റെ ചിന്തകളും ഒക്കെ രസകരമായിട്ട് ഒരു രണ്ടുപേരും പങ്കുവച്ചു. പൊതുവെ സ്വരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനുപരി പ്രാസംഗികനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നേരത്തെ സുമാഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സ്പഷ്ടമായി കൃത്യമായി പറയേണ്ട കാര്യങ്ങളെ പറയുന്നൊരു മനുഷ്യൻ, അതിനകത്ത് ഉൾക്കാഴ്ച വന്നൊരു മനുഷ്യൻ. ഭയങ്കര ഇഷ്ടമാണ് സ്വരാജിനെ. പല പ്രാവശ്യവും അദ്ദേഹത്തെ കണ്ടു, ഇപ്പോഴും കണ്ടു, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം കേട്ടു. അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഒരുപാട് നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ ഞാൻ ഒരാഴ്ച കാണുന്നത്. സുധീർ സാർ. കുറേ ഇൻ്റർവ്യൂസ് അദ്ദേഹത്തിൻ്റെ കണ്ടതാണ്. ഒരുപാട് നേരമൊന്നും അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പതിയെ എന്നെ ഇറങ്ങി. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കണ്ടു. നല്ലൊരു ടോക്കായിരുന്നു എൻ്റേത്. ഒരുപാട് എൻജോയ് ചെയ്തൊരു ടോക്കായിരുന്നു. അത് കഴിഞ്ഞു. കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ വീഡിയോയും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ അനുഭവങ്ങളും ഒരുപാട് സന്തോഷവും തന്നൊരു ദിവസമായിരുന്നു ഇന്ന്. ആ സന്തോഷവും അനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്ക് വരേക്കും വണക്കം.